വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള പാഠഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തർജ്ജമ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ തർജ്ജമ നമുക്ക് മുഴുവനായിട്ട് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ, പരീക്ഷകൾക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് തർജ്ജമകൾ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ എനിക്ക് പ്രധാനമാണെന്ന് തോന്നുന്നതും അതുപോലെ തന്നെ മുൻപ് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. തർജ്ജമ ട്ടോ. എന്താണ് പാൽ മിസ്ട്രി? പാൽ മിസ്ട്രി എന്ന് പറഞ്ഞാൽ ഹസ്തരേഖാ ശാസ്ത്രം എന്നാണ് അർത്ഥം. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. പാൽ മിസ്ട്രി എന്താണ്? ഹസ്തരേഖാ ശാസ്ത്രം. അടുത്തത് പീപ്പിൾസ് പ്ലാൻ. എന്താ പീപ്പിൾസ് പ്ലാൻ? ജനകീയാസൂത്രണം. പീപ്പിൾസ് പ്ലാൻ, ജനകീയാസൂത്രണം. അപ്പൊ പാൽ മിസ്ട്രി, ഹസ്തരേഖാ ശാസ്ത്രം, പീപ്പിൾസ് പ്ലാൻ, ജനകീയാസൂത്രണം. അടുത്തത് പി എസ് സിക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ് ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഥമ പുരുഷൻ എന്ന് പറയാൻ തോന്നും, പക്ഷെ അങ്ങനെയല്ല, ഉത്തമ പുരുഷൻ. ഫസ്റ്റ് പേഴ്സൺ എന്താണ്? ഉത്തമ പുരുഷൻ. ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ. അടുത്തത് ഫ്രാക്ഷൻ. എന്താ ഫ്രാക്ഷൻ? ഭിന്നസംഖ്യ. ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ. അപ്പൊ പാൽ മിസ്ട്രി, ഹസ്തരേഖാ ശാസ്ത്രം, പീപ്പിൾസ് പ്ലാൻ, ജനകീയാസൂത്രണം, ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ, ഫ്രാക്ഷൻ, ഭിന്നസംഖ്യ. അടുത്ത ചോദ്യം, പോയട്രി ഈസ് ദ റിതമിക് ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി. പോയട്രി ഈസ് ദ റിതമിക് ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി. കാവ്യം സൗന്ദര്യത്തിന്റെ താളാത്മക സൃഷ്ടിയാകുന്നു. കാവ്യം സൗന്ദര്യത്തിന്റെ താളാത്മക സൃഷ്ടിയാകുന്നു. പോയട്രി ഈസ് ദ റിതമിക് ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി. കാവ്യം സൗന്ദര്യത്തിന്റെ താളാത്മക ബ്യൂട്ടിയാകുന്നു. താളാത്മക സൃഷ്ടിയാകുന്നു. അടുത്തത് കാരിക്കേച്ചർ. എന്താ കാരിക്കേച്ചർ പറഞ്ഞ? തൂലികാ ചിത്രം. കാരിക്കേച്ചർ, തൂലികാ ചിത്രം. അടുത്തത് envy is the sorrow of fools. envy is the sorrow of fools. അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. envy is the sorrow of fools. അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. അടുത്തത് ഹാബിറ്റാറ്റ്. എന്താ ഹാബിറ്റാറ്റ് പറഞ്ഞ? പാർപ്പിടം. ഹാബിറ്റാറ്റ് എന്താണ്? പാർപ്പിടം. അപ്പൊ എന്താ പറഞ്ഞ? പോയട്രി ഈസ് ദ റിതമിക് ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി. കാവ്യം സൗന്ദര്യത്തിന്റെ താളാത്മക സൃഷ്ടിയാകുന്നു. കാരിക്കേച്ചർ, തൂലിക ചിത്രം. envy ഈസ് ദ സോറോ ഓഫ് ഫൂൾസ്. അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. ഹാബിറ്റാറ്റ്, പാർപ്പിടം. അടുത്തത് സ്റ്റാറ്റസ് കോ. എന്താ സ്റ്റാറ്റസ് കോ പറഞ്ഞ? പൂർവസ്ഥിതി. സ്റ്റാറ്റസ് കോ, പൂർവസ്ഥിതി. ടെക്നോളജീസ് ഓഫ് ദ സെൽഫ്. ടെക്നോളജീസ് ഓഫ് ദ സെൽഫ്. സ്വത്വ സങ്കേതങ്ങൾ. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് സ്റ്റാറ്റസ് കോ, ടെക്നോളജീസ് ഓഫ് ദ സെൽഫ് ഒക്കെ കേട്ടാ. ഇപ്പൊ സ്റ്റാറ്റസ് കോ പറഞ്ഞ പൂർവസ്ഥിതി. സ്റ്റാറ്റസ് കോ, പൂർവസ്ഥിതി. ടെക്നോളജീസ് ഓഫ് ദ സെൽഫ് പറഞ്ഞ സ്വത്വ സങ്കേതങ്ങൾ. അടുത്തത് ഹി ഹാർഡ്ലി വർക്ക്സ്. ഹി ഹാർഡ്ലി വർക്ക്സ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അവൻ ജോലി ചെയ്യാറില്ല എന്നാണ് മീനിങ്. ഹി ഹാർഡ്ലി വർക്ക്സ്. അവൻ ജോലി ചെയ്യാറില്ല. കൾപ്രിറ്റ്. എന്താ കൾപ്രിറ്റിന്റെ മീനിങ്? കുറ്റവാളി. കൾപ്രിറ്റ്, കുറ്റവാളി. കൾപ്രിറ്റ്, കുറ്റവാളി. ഇപ്പൊ സ്റ്റാറ്റസ് കോ, പൂർവസ്ഥിതി. ഹി ഹാർഡ്ലി വർക്ക്സ്, അവൻ ജോലി ചെയ്യാറില്ല. ടെക്നോളജീസ് ഓഫ് ദ സെൽഫ്, സ്വത്വ സങ്കേതങ്ങൾ. കൾപ്രിറ്റ്, കുറ്റവാളി. അടുത്തത് തിങ്സ് ഫോൾ എപ്പാർട്ട്. തിങ്സ് ഫോൾ എപ്പാർട്ട്. സർവവും ശിഥിലമാകുന്നു. തിങ്സ് ഫോൾ അപ്പാർട്ട് പറഞ്ഞ സർവവും ശിഥിലമാകുന്നു. ഹി പുട്ട് ഔട്ട് ദ ലാമ്പ്. ഹി പുട്ട് ഔട്ട് ദ ലാമ്പ്. പുട്ട് ഔട്ട്, അണയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഫ്രേസൽ വെർബിന്റെ ഭാഗത്ത്. ഹി പുട്ട് ഔട്ട് ദ ലാമ്പ്, അവൻ വിളക്കണച്ചു. ഹി പുട്ട് ഔട്ട് ദ ലാമ്പ്, അവൻ വിളക്കണച്ചു. ഫ്രണ്ട്സ് ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഫ്രണ്ട്സ് ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് പറഞ്ഞ
സുഹൃത്തുക്കൾ ദൈവത്തിന്റെ വരദാനാണ്. നല്ല സുഹൃത്തുക്കൾ. സുഹൃത്തുക്കൾ ദൈവത്തിന്റെ വരദാനാണ്. ഫ്രണ്ട്സ് ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അല്ലെ? നമ്മളെ അറിയുന്ന നമ്മുടെ നല്ല സുഹൃത്തുക്കൾ ദൈവത്തിന്റെ വരദാനാണ്. ടു സെറ്റ് ഫ്രീ എന്താണ്? സ്വതന്ത്രമാക്കുക. ടു സെറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമാക്കുക. This is the standing order. This is the standing order. ഇത് നിലവിലുള്ള ഉത്തരവാണ്. This is the standing order. ഇത് നിലവിൽ ഉള്ള ഉത്തരവാണ്. Reading reforms culture. റീഡിംഗ് റിഫോംസ് കൾച്ചർ പലപ്പോഴും LDC പരീക്ഷയുടെ ചോദ്യമാണത്. വായന സംസ്കാരത്തെ പരിഷ്കരിക്കുന്നു. വായന സംസ്കാരത്തെ പരിഷ്കരിക്കുന്നു. റീഡിംഗ് റിഫോംസ് കൾച്ചർ വായന സംസ്കാരത്തെ പരിഷ്കരിക്കുന്നു. നെക്സ്റ്റ് വേർഡ് സീറോ അവർ. സീറോ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും സീറോ അവർ എന്താണ്? ശൂന്യവേള. സീറോ അവർ ശൂന്യവേള. സീറോ അവർ ശൂന്യവേള. ഹിസ്റ്ററി ഈസ് ദ എസൻസ് ഓഫ് innumerable biographies. History is the essence of innumerable biographies. അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. ഹിസ്റ്ററി ഈസ് ദ എസൻസ് ഓഫ് innumerable biographies. അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. നെക്സ്റ്റ് വൺ പാസ്ഡ് എവേ. എന്താ പാസ്ഡ് എവേ മീനിങ്? മരിച്ചുപോയി. പാസ്ഡ് എവേ മരിച്ചുപോയി. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ധാരാളം. അടുത്തതും ചോദിച്ചിട്ടുള്ളതാണ് ഹോട്ട് പൊട്ടാറ്റോ. ഹോട്ട് പൊട്ടാറ്റോ പറഞ്ഞ സങ്കീർണമായ പ്രശ്നം. ഹോട്ട് പൊട്ടാറ്റോ സങ്കീർണമായ പ്രശ്നം. ഹോട്ട് പൊട്ടാറ്റോ സങ്കീർണമായ പ്രശ്നം. അടുത്തത് ദ കൗ ഈസ് എ ഹൂഫ്ഡ് എനിമൽ. എന്താ ഹൂഫ്ഡ് എനിമൽ? കുളമ്പുള്ള മൃഗാണ്. അപ്പൊ പശു ഒരു കുളമ്പുള്ള മൃഗാണ്. ദ കൗ ഈസ് എ ഹൂഫ്ഡ് എനിമൽ. പശു ഒരു കുളമ്പുള്ള മൃഗമാണ്. ഒന്നും കൂടെ പറയാം. ഹിസ്റ്ററി ഈസ് ദ എസൻസ് ഓഫ് innumerable biographies. അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. പാസ്ഡ് എവേ പറഞ്ഞ മരിച്ചുപോയി. എ ഹോട്ട് പൊട്ടാറ്റോ സങ്കീർണമായ പ്രശ്നം. കൗ ഈസ് എ ഹൂഫ്ഡ് ആനിമൽ. പശു ഒരു കുളമ്പുള്ള മൃഗമാണ്. പശു ഒരു കുളമ്പുള്ള മൃഗമാണ്. സീറോ അവർ എന്താണ്? ശൂന്യവേള. സീറോ അവർ ശൂന്യവേള. ദിസ് ഈസ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ. ഇത് നിലവിലുള്ള ഉത്തരവാണ്. ടു സെറ്റ് ഫ്രീ സ്വതന്ത്രം ആക്കുക. ഹി പുട്ട് ഔട്ട് ദ ലാമ്പ്. അവൻ വിളക്കണച്ചു. ഫ്രണ്ട്സ് ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. സുഹൃത്തുക്കൾ ദൈവത്തിന്റെ വരദാനമാണ്. തിങ്സ് ഫാൾ അപ്പാർട്ട്. സർവവും ശിഥിലമാകുന്നു. സ്റ്റാറ്റസ് കോ പൂർവസ്ഥിതി. ടെക്നോളജീസ് ഓഫ് ദ സെൽഫ് സ്വത്വ സങ്കേതങ്ങൾ. കൾപ്രിറ്റ് കുറ്റവാളി. ഹി ഹാർഡ്ലി വർക്ക്സ്. അവൻ ജോലി ചെയ്യാറില്ല. കാരിക്കേച്ചർ തൂലികാ ചിത്രം. എൻവി ഈസ് ദ സോറോ ഓഫ് ഫൂൾസ്. അസൂയ വിഡ്ഢിയുടെ ദുഃഖമാണ്. ഹാബിറ്റാറ്റ് പാർപ്പിടം. പോയട്രി ഈസ് ദ റിതമിക് ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി. കാവ്യം സൗന്ദര്യത്തിന്റെ താളാത്മക സൃഷ്ടി ആകുന്നു. പാൽമിസ്ട്രി ഹസ്തരേഖാശാസ്ത്രം. പീപ്പിൾസ് പ്ലാൻ ജനകീയാസൂത്രണം. ഫ്രാക്ഷൻ ഭിന്നസംഖ്യ. ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ. ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ 2 ക്ലാസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ തർജ്ജമ എന്ന് പറയുന്ന ഭാഗം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് തർജ്ജമകൾ, അല്ലാതെ എല്ലാ ട്രാൻസ്ലേഷനും നമുക്ക് പഠിക്കാവുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ബാക്കിയുള്ളത് നമ്മൾ വായനയിൽ നിന്ന് നമുക്ക് ഭംഗിയായിട്ട് എഴുതാനായിട്ട് സാധിക്കും.
അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മൾ ഇടുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.